ചാനലുകൾ പിണറായി വിരുദ്ധത ആളിക്കത്തിച്ച തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. അതിൽ ഏറ്റവും മുമ്പിൽ നിന്നത് മീഡിയ ഒന്നാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായ മീഡിയ ഒൺ സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ പിണറായിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം നടപ്പാക്കി മീഡിയ ഒൺ. ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFിനോടൊപ്പം അടിയുറച്ച് നിന്നു. അതുകൊണ്ട് അവരുടെ ചാനലായ മാധ്യമവും അവരുടെ പത്രമായ അവരുടെ ചാനലായ മീഡിയ ഒന്നും അവരുടെ പത്രമായ മാധ്യമവും ഒക്കെ പിണറായി വിരുദ്ധത ആളിക്കത്തിച്ചു. എന്തായാലും ഇപ്പോൾ അതേ മീഡിയ ഒൺ തന്നെ ഗദ്ഗത കണ്ഠരായി പറയുന്നു, ഇങ്ങനെയൊന്നും സതീശൻ ചെയ്യരുതായിരുന്നു എന്ന്. സംഭവം ഇതാണ്. MG സർവകലാശാലയിലെ വൈസ് ചാൻസലറായി ഗവർണർ നിയമിച്ചത് മാവൂദ് ദുരൈ പാണ്ഡ്യയാണ്. മാവൂദ് ദുരൈ പാണ്ഡ്യ അറിയപ്പെടുന്ന BJP കാരനാണ്. മുമ്പ് കുസാറ്റിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം. കുസാറ്റിലെ വകുപ്പ് മേധാവിയൊക്കെ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് വൈസ് ചാൻസലറാകാൻ വേണ്ട യോഗ്യതയുണ്ട്, ഡോക്ടറേറ്റ് ഉണ്ട്, ഒക്കെയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ നിയമിച്ചതിൽ വലിയ തെറ്റില്ല എന്ന മട്ടിലാണ് സതീശൻ പെരുമാറിയത്. മീഡിയ ഒന്നും വലുതായിട്ട് അതിൽ പ്രതിഷേധിച്ചതൊന്നുമില്ല. പക്ഷേ മീഡിയ ഒൺ പ്രതിഷേധിക്കാനുള്ള കാരണം 30 പേരടങ്ങുന്ന സെനറ്റ് മെമ്പറിലേക്ക് 19 പേരെ തിരഞ്ഞെടുത്തത്. 19 പേർ ഈ 30 പേരുള്ള സെനറ്റ് മെമ്പറിലേക്ക് 19 പേർ BJPക്കാരാണ്, കറകളഞ്ഞ RSSകാരാണ്. ഇവിടെയാണ് മീഡിയ ഒന്നും ഏഷ്യാനെറ്റും ഒക്കെ അപകടം മണത്തത്. പ്രത്യേകിച്ചും മീഡിയ ഒൺ. ഏഷ്യാനെറ്റ് BJPക്ക് അനുകൂലമായി പറയുന്ന ചാനലാണെങ്കിലും ചിലരൊക്കെ BJPയുടെ നയങ്ങളെ എതിർക്കുന്നവരുമാണ്. ഏതായാലും മീഡിയ ഒണിലെ പ്രമോദ് രാമനൊക്കെ ഗദ്ഗത കണ്ഠരായി ചോദിക്കുന്നത് കണ്ടു, ഇത്രയൊക്കെ വേണമായിരുന്നു എന്ന്, ഇങ്ങനെയൊക്കെ സതീശൻ ചെയ്യാൻ പാടുണ്ടോ എന്ന്. പിണറായി അധികാരത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷവും പിണറായി വിജയനെ ക്രൂരമായി ആക്രമിക്കുന്ന പ്രവൃത്തി മീഡിയ ഒൺ ചാനൽ തുടർന്നുകൊണ്ട് പോവുകയാണ്. പക്ഷേ ഇപ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. സതീശൻ വിചാരിച്ച പോലൊന്നും അല്ല എന്ന് പ്രമോദ് രാമനും മീഡിയ ഒണിലെ പ്രമോദ് രാമനും മറ്റുമൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. 30 അംഗ സെനറ്റിലേക്ക് 19 പേരെയും RSSകാരായി 19 പേരും RSSകാരാണ് എന്ന് വരുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി തലയിൽ കൈവച്ച് ഇരിക്കുകയാണ്. മാത്രമല്ല SDPIയുടെ വിദ്യാർത്ഥി വിഭാഗം അവർ തെരുവിലിറങ്ങിക്കഴിഞ്ഞു. അവർ MG സർവകലാശാലയിലെ സെനറ്റ് അംഗങ്ങളുടെ നിയമനത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് തെരുവിലിറങ്ങി. SFI തെരുവിലിറങ്ങുന്നത് സ്വാഭാവികം. കാരണം ഇങ്ങനെയുള്ള അനീതികൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു പ്രസ്ഥാനം SFI ആണ്. പക്ഷേ SDPI കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സതീശനെ പിന്തുണച്ച SDPIയുടെ വിദ്യാർത്ഥി വിഭാഗം അവരിറങ്ങി. വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണി അമ്പലം ശക്തമായ രീതിയിൽ പ്രതിഷേധം അറിയിച്ചു. ഇപ്പോൾ സതീശന് വേണ്ടി വാഴ്ത്തിപ്പാടിയ മീഡിയ ഒൺ അവരും ഗദ്ഗത കണ്ഠരായി ചോദിക്കുന്നു, ഇത്രയൊക്കെ വേണമായിരുന്നു എന്ന്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന്. എന്തായാലും മറ്റൊരു സംഭവം കൂടെ നടന്നിരിക്കുന്നു. RSSന്റെ ശതാബ്ദി വേളയിൽ RSS മേധാവി മോഹൻ ഭഗവത് പങ്കെടുത്ത ചടങ്ങിൽ 2 വൈസ് ചാൻസലർമാർ പോയിരിക്കുന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറും MG സർവകലാശാലയിലെ വൈസ് ചാൻസലറും. ഇവരോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടേണ്ട ഗതികേട്ടിലേക്ക് സതീശൻ എത്തി നിൽക്കുന്നു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയെ സതീശൻ കാവ്യവൽക്കരിക്കുമ്പോൾ
യഥാർത്ഥത്തിൽ കാവ്യ മൂടുന്നത് മഹാത്മാഗാന്ധിയാണ് എന്ന് സതീശൻ അറിയാതെ പോകുന്നു. എപ്പോഴും ചടുലമായി പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ആർ എസ് എസ് സംഘടനയിലെ നേതാക്കളെ സെനറ്റ് മെമ്പറായി ജയപ്രമീള ദേവി അടക്കമുള്ള നേതാക്കളെ ആർ.എസ്.എസുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്ന, BJPയുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്ന നേതാക്കളെ സെനറ്റ് മെമ്പർമാരായി കുത്തിത്തിരിക്കുമ്പോൾ മഹാത്മാഗാന്ധിയുടെ ദേഹത്ത് കാവി ഇടുകയാണ്, അർദ്ധനഗ്ന ശരീരത്തെ കാവി പുതപ്പിക്കുകയാണ് സതീശൻ. അതുകൊണ്ടാണ് മീഡിയ വൺ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ പാടുണ്ടോ എന്ന്. മീഡിയ വണ്ണിന് ഇത് വേണം.